കഞ്ഞി ഇരിക്കാൻ ഇച്ചയോടാ പറഞ്ഞത്. ഭയങ്കര കൊരയോട് കൊര. കിഴങ്ങ് കറി ഉണ്ടാക്കാനാണ് കിഴങ്ങ് കറി. തലയിൽ ഏതാണ്ടിരിക്കുന്നു ഇല. കിഴങ്ങ് കറി മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കിഴങ്ങറിക്ക് ആവശ്യത്തിന് വെള്ളം. കുക്കർ അടച്ചു കൊടുക്കാം. വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പം അതിന് ഞാൻ തേങ്ങ തിരുമ്മി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുക്കും കിഴങ്ങ് കറിക്ക്. പാലപ്പം ഉണ്ടാക്കാനാണ്. പാലപ്പം റെഡിയാക്കി വെച്ചേക്കുന്നു. രാത്രിയിലെ അരച്ച് വെച്ചാണ്. ഇപ്പം ഞാൻ ഇച്ചിരി സോഡാപ്പൊടി ചേർത്ത് ചെയ്താണ്. മാവാണ്. തേങ്ങ അരച്ച് ഇച്ചിരി ചോറും അരയ്ക്കും. ഉണ്ടാക്കാൻ സോഡാപ്പൊടി ചേർക്കും. ആ പാലപ്പത്തിന് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിങ്ങനെ കറക്കി കൊടുക്കണം. അടച്ചു വയ്ക്കുക. അങ്ങനെ ആവി പോകാൻ ഞാൻ സ്പൂൺ വെച്ച് കൊടുക്കുക. കിഴങ്ങാറി വെന്തിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. ചൂടാകാൻ ഒന്ന് കത്തിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാകണമല്ലോ. തവിക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യമേ കടുവൊക്കെ വറുത്തായിരുന്നു. ഇനിയും കടുവ വറുക്കണ്ട. അങ്ങനെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. പാലപ്പം റെഡിയായി. രണ്ടാമത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു പാലപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പാലപ്പമൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഒരു സൂപ്പർ പാലപ്പം ഉണ്ടാക്കി. കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. കിഴങ്ങ് കറി റെഡിയായി. പാലപ്പവും കിഴങ്ങ് കറിയും റെഡിയായി. കഴിക്കാൻ പോകുന്നു. നിങ്ങൾ കഴിച്ചെന്ന് വിചാരിക്കുന്നത്. അടിപൊളി പാലപ്പം കിഴങ്ങ് കറി. ആ മീൻ വറക്കാനാണ്. ഇത് നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ചതച്ചത് അത്രേ ചേർക്കത്തുള്ളൂ മീൻ വറക്കാൻ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം ഞങ്ങൾക്ക് ഇത്രയും മതി. കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ വറുത്ത് കാണിക്കാമേ. മുരിങ്ങയ്ക്ക പച്ചക്കറിക്കാണ്. തക്കാളി, ഇച്ചിരി സവാള, പച്ചമുളക്. ഇത് നമ്മുടെ എരിയുടെ ആവശ്യത്തിന് പച്ചമുളക്. അപ്പം ഞാനിതിൽ ഇടുവാണ്. ഒടുവിൽ നമുക്ക് കടുക് വറുക്കാം. അപ്പം വേവിക്കാം. അപ്പം ആവശ്യത്തിന് ഉപ്പ്,
ഒരു ശകലം മഞ്ഞൾപ്പൊടി. നമ്മൾ പിന്നെ അത് അരപ്പിൻ്റെ കൂടെ അരയ്ക്കും. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവട്ടെ. അപ്പോൾ അതിന് തേങ്ങ എടുത്തു. തക്കാളിക്കറിക്ക് കുറച്ച് ജീരകം, മുളക് പൊടി, നമ്മുടെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ മുമ്പേ കുറച്ച് ഇട്ടല്ലോ, അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇത്രയും കൂടെ അരച്ചെടുക്കാമേ. മീൻ വറക്കാൻ അരപ്പ് വരട്ടി വെച്ചേക്കായിരുന്നു. ഞാൻ എണ്ണ ഒഴിച്ചു. ഞാൻ ഈ ചട്ടിയിലാണ് വറക്കുന്നത്. അരപ്പ് വരട്ടി വെച്ചേക്കുമായിരുന്നു. ഞാനപ്പം മീനിടാൻ പോവുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മീൻ വറക്കാനിരുന്നു. എൻ്റെ പാചകമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ എന്തൊക്കെ എൻ്റെ വിശേഷം? എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻ്റ് ഇടണം, എല്ലാം ഇടണം. മീനിട്ട് വറക്കാൻ നമുക്ക് കോവയ്ക്ക മെഴുകുവരട്ടിയുടെ വെക്കാം. കോവയ്ക്ക അരിഞ്ഞു വെച്ചേക്കുന്നു, സവാള, കോവയ്ക്ക ഞാൻ ഒരു പച്ചമുളകേ ഇട്ടുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഉപ്പിട്ട് വേവിക്കാം. അപ്പോൾ എണ്ണ കുറച്ച് ചേർത്താൽ മതി. എണ്ണ നമുക്ക് എപ്പോഴും നല്ലതല്ലല്ലോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു. ഈ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം വേവണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. വേവട്ടെ. മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ വെന്തു. വേണ്ട, ഞാനിനി അരപ്പ് ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിട്ട് വേണം. അരപ്പൊഴിച്ചു. നമുക്ക് കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. തക്കാളിക്ക, പച്ചക്കറി, മുരിങ്ങയ്ക്ക കടുക് വറുത്ത് കൊടുക്കാം. അപ്പം മീൻ തിരിച്ചിട്ട് കൊടുക്കാം. കടുക് വറുത്തൊഴിച്ച് പച്ചക്കറി ഒരിക്കലും തിളക്കരുത്. തിളച്ചാൽ കൊള്ളത്തില്ല. അപ്പം മുരിങ്ങയ്ക്ക പച്ചക്കറി റെഡി. മീൻ ഫ്രൈ റെഡി. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. ഞാൻ ഒത്തിരി മൂപ്പിക്കത്തില്ല, ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കത്തില്ല. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം, എല്ലാം ഇടണം. ഓക്കെ? എന്നോട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, ഞാൻ നാളെ പാചകമൊക്കെ ഇടാം. ഓക്കെ.